ഓക്കെ. നമ്മള് I = Q/T എന്ന് പറഞ്ഞു. I എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? കറണ്ട്. ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. കറണ്ട് മെഷർ ചെയ്യുന്നതായിരുന്നു എന്തുപയോഗിച്ചത്? കറണ്ട് ഈസ് മെഷേർഡ് ബൈ യൂസിങ് അമ്മീറ്റർ. യൂണിറ്റ് ഏതായിരുന്നു? ആംപിയർ. Q എന്നാണ്? Q ഈസ് ദ ചാർജ്. ചാർജിന്റെ യൂണിറ്റ് എന്നായിരുന്നു? COU കിലോ MB. കോളോം അല്ലോ, കൂളോം. എഴുതുന്നത് ക്യാപിറ്റൽ C, ഇത് ക്യാപിറ്റൽ A. ഇനി T എന്നാ? Q/T. T എന്ന് പറഞ്ഞാല് ടൈം. മെഷർ ചെയ്യുന്ന ഏതിലാണ്? സെക്കൻഡ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു ചാർജിനെ, ഇത് നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലേ, Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വെക്കുക. Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇവിടെ നിന്ന് ഇവിടം വരെ മൂവ് ചെയ്യിപ്പിക്കണം. 2 പോയിന്റ് എടുക്കാം, A, B. അപ്പം ശരിക്കും എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമുക്കൊരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം അല്ലെ? ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയും പോകാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാറ്ററി ഘടിപ്പിക്കണം, എന്നാലേ അതിന് പോകാൻ പറ്റുള്ളൂ. ചുമ്മാ ചാർജ് ഒഴുകില്ല. ഇപ്പൊ കറണ്ട് തെളിയണേലും ബൾബ് തെളിയണേലും എന്നാ ചെയ്യണേലും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. ഇവിടുന്ന് ഇവിടം വരെയും ഒരു ചാർജിന് ഒഴുകണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. അപ്പം the work done to move a charge, എന്താണ്? The work done to move a charge Q. Q എന്ന് പറഞ്ഞ ചാർജിനെ മൂവ് ചെയ്യാൻ എടുക്കാൻ ചെയ്യുന്ന വർക്ക് അണ്ടർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, PD എന്ന് പെട്ടെന്ന് എഴുതാൻ വേണ്ടി. ഇല്ല, ഞാൻ എഴുതുമ്പോൾ ഒത്തിരി നീളാം. അണ്ടർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ്, വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോണേ, W = Q × V. അപ്പം Q എന്ന് പറയുന്ന ചാർജിനെ V എന്ന് പറയുന്ന പൊട്ടൻഷ്യലൂടെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിന്റെ അളവ് എത്രയാണ്? W = Q × V. ആദ്യം പഠിച്ച ഇക്വേഷൻ ആയിരുന്നു I = Q/T. രണ്ടാമത് പഠിച്ച ഇക്വേഷൻ ആണ് W = Q × V. ഇനി ഒരെണ്ണം പഠിക്കണം, പവർ എന്നാണ്? പവർ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ പറയുമല്ലേ, നല്ല ഒരാളുടെ നമ്മൾ പഞ്ചൂസി പിടിക്കുമ്പോ അല്ലെ ഇടിക്കുമ്പോ എന്നാലും പറയാം നല്ല പവറാന്ന് പറയും. അങ്ങനെ പവറിന്റെ അർത്ഥം എന്നാ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തില് ചെയ്യുന്ന വർക്കിന്റെ അളവ്. സോ പവർ P എന്ന് എഴുതി കഴിഞ്ഞാൽ P = W/T. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. നമ്മൾ മുമ്പേ എഴുതി വെച്ചില്ലേ വർക്കിന്റെ ഇക്വേഷൻ ആണെന്ന് എഴുതിയേ? അപ്പൊ ഇവിടെ W ന് പകരം എന്നാന്ന് കൊടുക്കാം? QV എന്ന് കൊടുക്കാം. QV ഡിവൈഡഡ് ബൈ T. സോ പവർ P = QV ഡിവൈഡഡ് ബൈ T അല്ലേ? അല്ലെങ്കിൽ പവറിനെ ടൈം കൊണ്ട് ഗുണിച്ചാലും വർക്ക് കിട്ടും. ഓർ വർക്ക് = പവർ × ടൈം. ക്ലിയർ ആയോ ഇക്വേഷൻസ്? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സോ മെയിൻലി നമ്മളിപ്പോ 3 കാര്യം പറഞ്ഞു. I എന്ന് പറയുന്ന കറണ്ടിന്റെ അളവ് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. I = Q/T.
രണ്ടാമത് നമ്മൾ പറഞ്ഞു ഒരു വർക്ക് ചെയ്യുന്നത് ഒരു ചാർജ് വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസോടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ the work done to move a charge q under the potential difference v is w equal to q into v. ഇനി w ആണ് വർക്ക് എങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. അപ്പം പവർ ഈസ് ഈക്വൽ ടു w ബൈ ടി ഓർ ക്യു വി ഡിവൈഡഡ് ബൈ ടി. മനസ്സിലായോ? വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേര്, പിന്നെ വായിക്കണം തോന്നിക്കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഓംസ് ലോ ഇതാണ്, V is equal to I into R. എന്നാണ് ഓംസ് ലോ? V is equal to I into R. ഇതിങ്ങനെയാണ് ഇതിന്റെ ഡെഫിനിഷൻ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a circuit is proportional to the potential difference. അല്ലെങ്കിൽ V is proportional to സോ ഇങ്ങനെയാണ് പറയണത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, സ്ഥിരമായ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയാണെങ്കിൽ ഒരു സർക്യൂട്ട്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സർക്യൂട്ട്, അവിടെ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പം ഒരു എലമെന്റ് എടുത്താൽ, ഒരു പാർട്ട് എടുത്താലോ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് I എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ വോൾട്ടേജിന് അനുപാതികമായിരിക്കും. I directly proportional to V or I is equal to a constant into V എന്ന് എഴുതാം. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അനുപാതത്തിലായിരിക്കുന്നത് മാറ്റാനാണ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് ഇൻറ്റു എന്ന് കാണിക്കാൻ ഇട്ടതാണ്, ഇൻറ്റു വി. സോ ഐ ഇസ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ആർ ഇൻറ്റു വി. ഓർ നമുക്ക് തിരിച്ചെഴുതാം, ഇവിടുന്ന് തന്നെ തിരിച്ചെഴുതാം. ഐ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഓർ വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ ഓർ വി ഈക്വൽ ടു ഐ ആർ. അതങ്ങ് പഠിച്ചാൽ മതി നിങ്ങൾ. ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വി എന്നാണ്? വി എന്താണ്? വി ഹലോ ആർദ്ര, വി എന്നാ? വോൾട്ടേജ് അല്ല, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആർ എന്നാണ്? ആർ എന്നാ ആർദ്ര? പറഞ്ഞില്ല. ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. എന്നാണ്? റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റൻസ്, അതിന്റെ യൂണിറ്റ് ഓം. ഐ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, അതിന്റെ യൂണിറ്റ് ആംപിയർ. അപ്പൊ ഓംസ് ലോ എന്നാണ്? വി ഇസ് ഈക്വൽ ടു ഐ ആർ. അടുത്ത ഇക്വേഷൻ പഠിച്ചു. ഇപ്പൊ എത്ര ഇക്വേഷൻ പഠിച്ചു? 4 ഇക്വേഷൻ ആയി. ഒന്നും മറന്നു കളയല്. സോ ഹെഡിങ് എഴുതിയെടുത്തു. ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് വേണമെന്ന് എഴുതിയിട്ടില്ല. ഇതിന് മുമ്പോട്ട് 10ലും +1ലും +2ലും എല്ലാം പഠിക്കേണ്ട സാധനം. സാറേ സർക്യൂട്ട് വരയ്ക്കുന്നതിന്റെ കൂടെയല്ലേ? വേണമെങ്കിൽ നമുക്ക് ഒന്നോടെ പറയാം. ഇക്വേഷൻ ആദ്യം പഠിച്ച ഇക്വേഷൻ
I is equal to Q by T. രണ്ടാമത് പഠിച്ച ഇക്വേഷൻ പറഞ്ഞേ. W is equal to V into Q. മൂന്നാമത് പഠിച്ച ഇക്വേഷൻ പവർ is equal to W by by T. നാലാമത് പഠിച്ച ഇക്വേഷൻ V V is is equal to equal IR. I into IR. നെക്സ്റ്റ് ഹെഡിങ് ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ പറയുന്ന ഇതാണ്. ഇപ്പം നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഒരു റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ, ഒരു റെസിസ്റ്റൻസിലൂടെ ആ റെസിസ്റ്റൻസ് വരയ്ക്കുന്ന കണ്ടോ ഇങ്ങനെ, ചിലർ ചുമ്മാ കുത്തി വരച്ചൊന്നും വെക്കല്ലോ, ഇങ്ങനെ കൃത്യം വരയ്ക്കണേ. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് വരയ്ക്കണേ. നിക്രോം വയർ വരച്ചതാണ് ഇങ്ങനെ കമ്പിച്ചൂറിലായിട്ട്. അപ്പോൾ ഒരു റെസിസ്റ്ററിലൂടെ ഒരു ബാറ്ററി കൊടുത്ത് ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ ഫലമായിട്ട് അത് ചൂടാകും. അതല്ലേ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, ഒരു ഇലക്ട്രിക് കറണ്ട് കടത്തി വിടുമ്പം when an electric current passing through a resistor, it produce heat. അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ. അപ്പൊ ഉണ്ടാകുന്ന ഹീറ്റിംഗിന്റെ അളവാണ് ജൂൾസ് ലോ. ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത് H is directly proportional to the square of the current. H is directly proportional to the resistance of that wire. H is directly proportional to the time of flow. ഇതിനെ മൂന്നിനെയും കൂടെ നമുക്ക് യോജിപ്പിച്ച് എഴുതാം. H is equal to I square RT. അതിന്റെ യൂണിറ്റ് ആണ് ജൂൾ. കണ്ടോ അടുത്ത ഇക്വേഷൻ. H is equal to I square RT. പറഞ്ഞേ, H is equal to I square RT joules law. That is the amount of heat produced in an electric circuit. അതെ, നിങ്ങള് പറഞ്ഞേച്ച് ആൽവിന്റെ ആണോ നിവിലിന്റെ ആണോ? ആരെ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം, സൈലന്റ് ആക്കി വെക്കണം കേട്ടോ, അല്ലെ അവിടെ ഇരിക്കുന്ന സാധനം നിർത്തി വെക്കണം. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. സോ ജൂൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the heat generated in a current carrying conductor is directly proportional to എന്നൊക്കെയാണ് ഓരോന്ന് പറയണം. directly proportional to the square of the current flowing through the conductor and the resistance of the conductor and the time of flow. പേജ് നമ്പർ 11 എടുത്തേ. 11 എടുത്തു. അതിന്റെ ഏറ്റവും മുമ്പിൽ മോളിൽ കണ്ടോ ഒരു കോളം കണ്ടോ ജൂൾസ് ലോ? ബിയോൺ എന്ന് വായിച്ചേ. ബിയോൺ. സാറേ, എനിക്ക് ടെസ്റ്റ് ഇല്ല സാറേ. ടെക്സ്റ്റ് ഇല്ല, കുഴപ്പമില്ല, ഇവിടെ പറഞ്ഞു തരുവാ. ടെക്സ്റ്റിന്റെ ആവശ്യമില്ല കേട്ടോ. സാർ വായിക്കട്ടെ. Joule's law. The heat generated H is a current carrying conductor is directly proportional to the product of the square of the current is the conductor, the resistance of the conductor, and the time of flow of current. H directly proportional to I square RT. H is directly proportional to I square RT. കറണ്ട് ഓരോന്നിനെ നോക്കിയേ, കറണ്ടിന്റെ സ്ക്വയർ അതല്ലേ മോളി പറഞ്ഞത്. Is directly proportional to the
സ്ക്വയർ ഓഫ് ദ കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ഞാൻ ടെക്സ്റ്റിന്റെ ഫോട്ടോ അങ്ങ് ഇട്ടേക്കാം കേട്ടോ. ടെക്സ്റ്റില്ലെന്നൊന്നും പറയുന്ന ഒരു കാരണമല്ലെന്ന്. അതിന്റെ ടെക്സ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ ഞാൻ ടെക്സ്റ്റിലെ എല്ലാ ഇക്വേഷനും പറഞ്ഞാ പോകും. ഇതിപ്പോ ഞാനിപ്പോ ഇച്ചിരി പെട്ടെന്ന് എടുത്തുകൊണ്ടാ കേട്ടോ. ഏതെങ്കിലും പേജുകൾ ക്ലിയർ ഇല്ലെങ്കിൽ കൂടുതലുള്ള ഫ്രണ്ട്സിനോട് ആരുടെയും ചോദിച്ചൊന്ന് അയച്ചു മേടിക്കണം കേട്ടോ. അതായത് ദിവസം പഠിക്കുന്ന പേജ് മാത്രം മേടിച്ചാലും മതിയല്ലോ. നോട്ട് കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. സോ ജൂൾസിലുള്ള ഡെഫിനിഷൻ ഇതാണ്, എഴുതിക്കോ എല്ലാവരും. ദ ഹീറ്റ് ജനറേറ്റഡ്, ജൂൾസ് ലോ, ദ ഹീറ്റ് ജനറേറ്റഡ് അതിന്റെ ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതുന്ന ലെറ്ററാണ് എച്ച്. പുസ്തകത്തിലുള്ള അത് എഴുതിയാ മതിയോ? അത് എഴുതിയാ മതി. ഒരാൾക്ക് പുസ്തകം ഇല്ലെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും എഴുതണല്ലോ. ദ ഹീറ്റ് ജനറേറ്റഡ് ബ്രാക്കറ്റിൽ എച്ച് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ക്യാരിയിങ്ങിന്റെ സ്പേസ് സ്പെല്ലിംഗ് നോക്കണം, 2 R ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊപ്പോർഷണൽ. സ്പെല്ലിംഗ് അറിയാവോ? പ്രൊപ്പോർഷണൽ, TIONAL. പ്രൊഡക്റ്റ് ഓഫ്, ഇത് മൂന്നും ഗുണിക്കണം. ടു ദ പ്രൊഡക്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം. പ്രൊഡക്റ്റ് ഓഫ് ആരൊക്കെയാണ്? I സ്ക്വയർ, സ്ക്വയർ ഓഫ് ദ കറന്റ്, ബ്രാക്കറ്റിൽ I ഇൻ ദ കണ്ടക്ടർ എന്ന് പറഞ്ഞത് കേട്ടോ. അടുത്തത് സ്ക്വയർ ഓഫ് ദ കറന്റ്, ദ റെസിസ്റ്റൻസ്, ബ്രാക്കറ്റിൽ R, ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ. ഇപ്പൊ കണ്ടോ നിവിലെ, നമ്മൾ ഇച്ചിരി മാറ്റി എഴുതുന്നത്. അത് മുഴുവൻ അങ്ങനെ കാണാ പടം പഠിക്കണ്ട, വളരെ എളുപ്പമായിട്ട് അങ്ങ് പഠിക്കാം. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ, H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R, H directly proportional to T. We can combine together H is equal to I square RT. ഇത്ര ഇക്വേഷൻ അറിയത്തില്ലാതെ നമുക്ക് ഇനി മുമ്പോട്ട് ഒന്നും പഠിക്കാനോ ചെയ്യാനോ പറ്റില്ല. ഏതൊക്കെയാണ് ഇക്വേഷൻ? I is equal to പറഞ്ഞേ Q by T, W is equal to V into Q, power P is equal to work by time, Ohm's law V equal to I into R, Joule's law H is equal to I square. ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചോണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. H is equal to I square RT. H is equal to I square RT. ഞാൻ എന്നാ വെച്ചാൽ ഈ ആദ്യത്തെ ഐക്ക് പകരം ഓംസ് ലോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓംസ് ലോ എന്താണ്? V equal to I into R എന്നുള്ള അല്ലേ ഓംസ് ലോ എടുത്ത്. അതിനകത്ത് ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞു. ഈ ഐക്ക് പകരം കൊടുക്കാനാണേ. ഐക്ക് പകരം ഇതിനകത്ത് തന്നെ എഴുതാം I equal to V by R എന്ന് എഴുതാം. അപ്പം V by R ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എന്നാകും? H is equal to V by R all square into R into T. അപ്പൊ V square by R square into R into T. അപ്പൊ എങ്ങനെയാവും? ഈ ഒരു ആറും ഇവിടുന്ന് ഒരു R സ്ക്വയറിൽ ആറും വെട്ടിക്കളയാം. V square by R into T. ഇതാണ്
എച്ചിന്റെ അടുത്ത ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. പഠിപ്പിച്ച അനദർ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. മനസ്സിലായി ചെയ്തു വന്നത്? ഹലോ, ഒന്നോടെ പറയാമോ? ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കണം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. ശരിയല്ലേ? ജൂൾസിലോ ആ അതിനകത്തോട്ട് ഓംസ് ലോയിൽ നിന്ന് ആദ്യത്തെ ടേം ഐ അല്ലേ, ഇതിനകത്ത് ഐക്ക് പകരം കൊടുക്കണം. ഓംസ് ലോ എന്നാണ്? വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ ഐ ഇങ്ങനെ ഉണ്ടാവും. ഐ ഇവിടെ നിർത്തി കഴിയുമ്പോൾ വി ആർ ഇങ്ങ് പോയി ഹരിക്കും, വി ബൈ ആർ. അതിനെ ഈ ഐക്ക് പകരം കൊടുക്കണം. ഐക്ക് സ്ക്വയർ ഉണ്ട്, അപ്പൊ അത് കൊടുത്തിട്ട് സ്ക്വയർ ചെയ്യണം. therefore h is equal to v by r whole square into r into t. That is equal to v square by r square into r into t. ഇതും വെട്ടിപ്പോവും, ഇതും വെട്ടിപ്പോവും. That is equal to v square by r into. മനസ്സിലായോ? ഇതാണ് ജൂൾസ് ലോയുടെ രണ്ടാമത്തെ ഫോം. h is equal to I square r t, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഫോം ആണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഓർണോടെ ചെയ്യാനുണ്ട്. എഴുതിയത് മനസ്സിലായി നിങ്ങൾക്കിത്? നേഹ അബി. ഇപ്പൊ ചോദിച്ചത് ഇവിടുന്ന് ആറ് 2 എങ്ങനെയാ വെട്ടിയെന്നല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാ? ആർ ഇൻറ്റു ആർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പൊ ഇതും വെട്ടി, ഇതും വെട്ടി. അതിന് 2 എന്നുള്ളത് വെട്ടി. അപ്പൊ ശരിയായില്ലേ? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഐനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിലെ ആറിന് പകരം കൊടുക്കും. ആറിന് പകരം ഓംസ് ലോയിൽ നിന്ന് എങ്ങനെ കൊടുക്കാം? ഓംസ് ലോയില് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ആർ ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ ഈ ആറിന് പകരം വി ബൈ ഐ എന്ന് കൊടുക്കണം. therefore h is equal to I square into v by I into t. ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ ഇത് 2 ഐ ഉണ്ട് കേട്ടോ. ഐ ഇൻറ്റു ഐ ആ, അല്ലെ നേരെ ഈ 2 ഐയും വെട്ടിയാൽ മതി. വേണം ഒന്നുകൂടെ എഴുതിയേക്കാം. ഐ ഇൻറ്റു ഐ ഇൻറ്റു വി ബൈ ഐ ഇൻറ്റു ടി. ഇതും ക്യാൻസൽ ആയി പോവും. ഐ ഇൻറ്റു വി ഇൻറ്റു ടി പഠിക്കാൻ എളുപ്പത്തിൽ നമുക്ക് വി ഐ ടി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എച്ചിന് 3 ഇക്വേഷൻ പഠിച്ചു. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. എച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഏതായിരുന്നു? ജൂൾസിലോ ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ദ ജൂൾസ് ലോ ഇൻ ഡിഫറെന്റ് ഫോം. ജൂൾസ് ലോയുടെ ഡിഫറെന്റ് ഫോം. അപ്പം ഐയും ആറും തന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഉത്തരം എച്ച് കണ്ടുപിടിക്കാം. വിയും ആറും തന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് കണ്ടുപിടിക്കാം. വിയും ഐയും തരുന്നെങ്കിൽ എച്ച് ഇത് വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. അപ്പൊ മെയിൻ ഇക്വേഷൻ എഴുതുക. ഓംസ് ലോയിൽ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ ഇത് കിട്ടും. ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. ഇത് എഴുതിയെടുത്തിട്ട് ഇക്വേഷൻസ് എല്ലാം വരച്ചൊരു കോളത്തിലാക്കിയിട്ടേ